ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ച് ചേട്ടൻ ഓഫീസിലൊക്കെ പോയ സമയത്ത് കട്ടനെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാണ്. എല്ലാ ദിവസവും ഞാൻ ആദ്യം വന്നപ്പോൾ കട്ടൻ കുടിക്കാറില്ല, നിർത്തിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ വെയിലുണ്ട്, എന്നാൽ തണുത്ത കാറ്റാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഒരു ഫാമിലി തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി, അവർ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് 2 ആക്രി തന്നിട്ടോ. ആക്രി എന്ന് പറയാൻ പറ്റില്ല, ആക്രിലിക്കിൻ്റെ ഷീറ്റാണ്. അപ്പോൾ അവരെന്തോ കാര്യത്തിന് യൂസ് ചെയ്തിട്ട് പിന്നെ അത് ആവശ്യമില്ലാണ്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഷാനു എന്നാണ് ആ ഒരു ചേട്ടൻ്റെ പേര്. ദിലു എന്നാണ് ആളുടെ പേര് കേട്ടോ. അപ്പോൾ കെട്ടിയോളും കൂടി എനിക്ക് 2 ആക്രിലിക്കിൻ്റെ ഷീറ്റ് തന്നിട്ടുണ്ട്. നേരത്തെ ഒരു ഗ്രീൻ കളറിലെ ഒരാൾ ചിരിക്കുന്നുണ്ടല്ലേ, ആ ആളുടെ മോളുടെ ബർത്ത്ഡേ കണ്ടാ പോയത്. അപ്പോൾ നമുക്ക് 2 ആക്രിലിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായി. അതുകൊണ്ട് വന്ന വഴിക്ക് അവിടെ വെച്ചു. സോ ഇത് രണ്ടിനകത്തേക്കാണ് ഇന്നത്തെ പണി. അപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയ സാധനമാണ് രാത്രി. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ നല്ലപോലെ ലേറ്റായി. പിന്നെ കാശിക്കുട്ടൻ അവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയ ഫുഡ് നമുക്കൊരു പാത്രത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ട് നല്ല ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു. അത് നമ്മൾ കാശിക്കുട്ടന് കൊടുത്തിട്ട് അവനത് കഴിച്ചു. പിന്നെ ഇത് പീൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഡ്രയറും ഉണ്ടായിരുന്നു ഇത് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്നോട് വേണമെന്ന് ചേട്ടൻ ചോദിച്ചാണ്, പക്ഷേ എങ്കിലും ഞാനത് വേണ്ട പറഞ്ഞു കേട്ടോ. ഇത് പീൽ ചെയ്യാനായിട്ട് പിന്നെ വേണ്ടി വരുന്നു പിന്നെ മനസ്സിലായി. പിന്നെ അത് കൈകൊണ്ട് ഞാനതൊരു കണക്കിന് കുറേ നേരം എടുത്ത് പീൽ ചെയ്തു. ഞാൻ ഈ പെട്ടിയൊക്കെയായിട്ട് വന്നേക്കണമെന്നാണല്ലേ. കാശിക്കൂട്ടം നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൻ എണീക്കണേക്കും പോകണം നമുക്ക് ചെറിയൊരു കലാപരിപാടി ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പെട്ടിയുടെ മുകളിൽ വെച്ചിട്ടാണ് ആ ഷീറ്റ് വെക്കാൻ പോകുന്നത്. താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇച്ചിരി നമുക്ക് അവിടെ തറയിൽ ഇരുന്നിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പെട്ടി ഇവിടെ വെച്ചിട്ട് ഞാൻ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പോയേക്കണം എന്നാവോ ഞാൻ ആ ഷീറ്റ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കണ്ട കുറച്ച് അപ്പർ സൈഡിൽ ഞാൻ ഇച്ചിരി പൊളിക്കാൻ നോക്കിയിട്ട് ഇച്ചിരി പൊളിച്ചിട്ട് അവിടെ തന്നെ വെച്ചിരിക്കും. എടുത്തിട്ട് മുകളിലുള്ള വശം ഞാൻ എന്തായാലും പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വരക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറിലെ ആക്രിലിക് പെയിൻ്റ് എടുത്തേക്കണേ. അത് വെച്ചിട്ട് ഞാനൊരു കുറച്ച് ബിൽഡിങ്സ് വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ നല്ല ഇതുപോലെ കുറേ ചതുരപ്പെട്ടികൾ നീളത്തിൽ വരച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മൾ നീളത്തിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ ഓരോ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് ചെറിയ കോല് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ബിൽഡിങ് വരച്ചെടുക്കാം. നമുക്കിതുപോലുള്ള ആക്രിലിക്കിൻ്റെ ഷീറ്റുകൾ എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുന്നത് എനിക്കറിയില്ല കേട്ടോ. നാട്ടിലുള്ള സമയത്ത് ഞാൻ ജിയോ മച്ചാൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് കാശിക്കൂട്ടിന് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ജിയോ മച്ചാൻ ആക്രിലിക്കിൻ്റെ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഓരോ നമ്മുടെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കണത്, അക്വേറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും കാശിക്കുട്ടിന് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നിട്ട് പകുതി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി പിന്നെ കാശിക്കുട്ടിന് പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം അടുത്തുള്ള പണി ചെയ്യാനായിട്ട്. അവന് കാലത്ത് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല, കണ്ടു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരും. അപ്പോൾ അതാണ് അവൻ മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി പല്ലേച്ചു. കാശിക്കുട്ടിന് പല്ലേച്ചപ്പോൾ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ കണ്ണാടി ക്ലീൻ ചെയ്തു. നമ്മുടെ സ്പ്രേ വെച്ചിട്ട് കണ്ണാടി ക്ലീൻ ചെയ്തു. താഴെയുള്ള റോസാപ്പൂ കാശിക്കുട്ടൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വീണ്ടും ഒട്ടിക്കാൻ ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ അങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കാശിക്കുട്ടൻ 2 മണിക്കൂർ എങ്ങാണ്ട് ഇരുന്ന ശേഷമാണ് ഇച്ചിരി ഫുഡ് കഴിച്ച് കഴിഞ്ഞത്. ഭയങ്കര പണിയാണ് കാശിക്കുട്ടന് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാർട്ടൂൺ കണ്ടിട്ടാണ് ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻ കറി കൂട്ടിയിട്ട് ഞാൻ ചോറാണ് രാവിലെ കൊടുത്തിട്ട്. അവൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ചോറ് കഴിക്കണ്ടായില്ല ഉച്ചക്കൊന്നും. അപ്പോൾ ഞാൻ രാവിലെ കൊടുത്തു വെക്കാമെന്ന് ഓർത്തപ്പോൾ മീൻ കറി വെച്ച് കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ മീൻ കറി കൂട്ടിയിട്ട് ഞാൻ കാശിക്കുട്ടിന് ചോറ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻചാറാണ് ആ വായിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മീൻചാറ് ഇഷ്ടമാണ്, പുളിയൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചോറൊക്കെ പെയിൻ്റ് അടിക്കാൻ വന്നു. അപ്പോൾ അവനവിടെ TV കണ്ടുകൊണ്ടിരിക്കാൻ വന്നിട്ട് അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഫുള്ളാക്കി വേഗം ഒന്ന് അടിച്ചെടുത്തു. പെട്ടെന്ന് ഇത് കഴിയുമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൊണ്ട് ഞാൻ ഇത് വേഗം തന്നെ ഇതുപോലെ പെയിൻ്റ് അടിച്ചെടുത്തു. പിന്നെ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കാശിക്കുട്ടിൻ്റെ ബാക്കിയുള്ള പരിപാടീസൊക്കെ നോക്കാൻ പോയി. അപ്പോഴേക്കും ഇത് ഉണങ്ങി വന്നപ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിനകത്ത് ലൈറ്റ് കത്തണ്ടേ ഗൈസ്. അപ്പോൾ ബിൽഡിങ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ. അപ്പോഴേക്കും കാശിക്കുട്ടൻ പിന്നെ വന്നിട്ടോ. അപ്പോൾ അവന് കാർട്ടൂൺ കാണൽ നിർത്തി എൻ്റെ കൂടെ വന്ന് ഇരുന്ന്. അപ്പോൾ അവന് പെയിൻ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് വേഗം തന്നെ വന്നിട്ടോ. അപ്പോൾ ഓരോന്നൊക്കെ തുറന്നു പോയിക്കൊണ്ടിരിക്കുക. അവൻ പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ലൈറ്റ് ഏതൊക്കെ കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ കളറും പിന്നെ വൈറ്റ് കളറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശിക്കുട്ടിനോട് ഞാൻ പറഞ്ഞു ആ ഒരു ഗ്യാപ്പിലൊക്കെ മാത്രം ഇങ്ങനെ കളർ അടിച്ച് കൊടുത്തോളാൻ പറഞ്ഞപ്പോൾ ബ്രഷ് വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഇട്ട് കൊടുക്കുവാണ് ഓരോരോ ഡോട്ടിൽ ആ കാണുന്ന
ചുരണ്ടി കളഞ്ഞ ഭാഗത്ത് അവനിങ്ങനെ കുഞ്ഞിതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ സ്ഥലത്ത് നമ്മൾ ഗോൾഡൻ കളർ കൊടുത്തു. പിന്നെ നമ്മൾ വൈറ്റ് കളർ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ കാശി വൈറ്റ് കളർ തുറക്കാൻ നോക്കുകയാണ് കാണാൻ. പിന്നെ നമ്മൾ വൈറ്റ് തുറന്നു. പിന്നെ വൈറ്റും കൂടി ആ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂക്ഷ്മമായിട്ടാണ് ചെയ്യണത്, ഗ്യാപ്പിൽ നിന്ന് പുറത്ത് കൊണ്ടല്ല എന്ന് ഓർത്തിട്ട്. പക്ഷേങ്കിൽ എൻ്റെ കണ്ണേറ്റിച്ചപ്പോഴേക്കും ഒരു സ്ഥലത്ത് മൊത്തം വട്ടത്തിൽ അങ്ങോട്ട് വരച്ചു വെച്ചു. പക്ഷെ കുറേയൊക്കെ സൂക്ഷിച്ചിട്ടാണ് ചെയ്യണേ. കുറച്ച് അവൻ ഓരോ പ്രാവശ്യം മുക്കൂട്ടോ. ഒരു തവണ മുക്കിയാൽ തന്നെ നമുക്ക് കുറേ ഹോളുകൾ അടക്കാൻ പറ്റും. പക്ഷേങ്കിൽ അവൻ ഓരോ തവണ ബ്രഷ് മുക്കിയിട്ടാണ് ഓരോരോ ഡോട്ട് ഫില്ല് ചെയ്യണേ കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കുറച്ചെണ്ണം ഫില്ല് ചെയ്തു. അപ്പോഴേക്കും ഞാൻ തന്നെ വേഗം തന്നെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ടോ. ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്രിലിക് ഷീറ്റിൽ വരക്കുമ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓരോന്ന് ഉണങ്ങിയ ശേഷം വേണം അടുത്തത് വരക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആദ്യം അടിച്ചത് ഫുൾ ഉണങ്ങിയ ശേഷമാണ് അതിൻ്റെ മുകളിൽ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഗോൾഡനും വൈറ്റും കൊടുത്തേക്കണേ. അപ്പോൾ അത് ഏകദേശം കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ ഹോളുകൾ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാശിക്കൂട്ടൻ അങ്ങനെ ഓരോന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പെയിൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറകെ തന്നെ ആയിരിക്കും എപ്പോഴും. അപ്പോൾ പെയിൻറ്റ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പക്ഷേ കുറച്ച് നേരമൊക്കെ ചെയ്തിട്ട് പിന്നെ ഉടുപ്പിലൊക്കെ ആക്കും. ഉടുപ്പിലൊക്കെ ആക്കരുത് ഞാൻ പറയുന്നാലും ഈ ഉടുപ്പിൽ അവൻ ആ പാൻറ്റിലൊക്കെ കുറച്ച് പെയിൻറ്റൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഞാൻ ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഫില്ല് ചെയ്യില്ല, അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ അപ്പുറത്ത് വരും, ഇപ്പുറത്ത് വരികയാണെങ്കിൽ അപ്പുറത്ത് വരും. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നോട് തന്നെ വന്ന് ചെയ്യാൻ നോക്കും. കണ്ടോ, ഇവിടെ നിന്ന് ഓടി ഇപ്പം അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വോയിസൊക്കെ കൊടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് നല്ല ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഭംഗി അറിയില്ല. നമ്മളിതിനകത്ത് വേറൊരു സൂത്രപ്പണിയും കൂടി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വട്ടം കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്, വെള്ള കളറിൽ ഒരു ചന്ദ്രൻ. നമ്മൾ നൈറ്റ് വ്യൂ ഉണ്ട്, നൈറ്റ് ഒരു രാത്രി ഒരു ഈവനിങ് അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പാണ് ചെയ്യണേ. അപ്പോൾ കുറച്ച് മേഘങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കളേഴ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരച്ച മേഘവും നമ്മുടെ ആ ഒരു ചന്ദ്രനും ഒക്കെ ഉണങ്ങിയ ശേഷമാണ് നമ്മളിത് കൊടുക്കണേ. ഫുൾ ഉണങ്ങിയ ശേഷം വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ബ്ലൂ കളർ മുകളിൽ കൊടുത്തിട്ട് കാച്ചിക്കൊണ്ടപ്പോഴേക്കും വീണ്ടും വന്നേ ഗൈസ്. ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഉണങ്ങി കഴിയുമ്പോഴൊക്കെയാണ് വന്നിട്ട് ചെയ്യണേ. അപ്പോൾ അതിനിടയ്ക്ക് അവൻ്റെ ഒപ്പം പോയി വന്നിട്ട് ഓരോന്നൊക്കെ ചെയ്ത് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ ഫുള്ള് കൊടുത്ത് മുകളിൽ, പിന്നെ നമ്മൾ ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഒരു സൈഡിൽ അധികം കൊടുക്കുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ പിന്നെ നമ്മൾ ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്. അങ്ങനെ നമുക്കൊരു ആകാശത്തിന് എന്തൊക്കെ കളർ വേണം ആ ഒരു ഷെയ്ഡ്സൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ ഡാർക്കായിട്ട് ബ്ലൂ കൊടുത്തിട്ടുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ പിന്നെ യെല്ലോ കൊടുത്തിട്ടുണ്ട്, പിങ്ക് ഉണ്ടായി. എല്ലാം അവിടെയൊക്കെ കുറച്ച് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വലിയൊരു ബ്രഷാണ് എടുക്കണത്. അപ്പോൾ വലിയ ബ്രഷ് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. പിന്നെ നല്ല നീറ്റായിട്ടും കിട്ടുകയും ചെയ്യും കേട്ടോ. സ്പോഞ്ച് വെച്ച് പഞ്ച് ചെയ്താൽ അത്ര ഒരു രസം കിട്ടില്ല. അപ്പോൾ നമ്മൾ താഴേന്ന് ആ ഒരു ബ്ലൂവും യെല്ലോയും കൂടി ഉള്ളത് ആദ്യം ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടോ. ആദ്യം നമ്മൾ ബ്ലൂവിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഷ് വീണ്ടും കഴുകേണ്ടി വരും. അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടാണ്, എനിക്ക് പോകാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ആദ്യം നമ്മുടെ ഓറഞ്ചിന് കൊടുത്തത് കേട്ടോ. താഴ്ഭാഗത്തേക്ക് നമ്മൾ സ്പ്രെഡ് ആക്കാനുള്ള താഴ്ഭാഗത്തിൻ്റെ നമ്മൾ ഓൾറെഡി ബ്ലാക്ക് ഉള്ളതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളതൊന്ന് രണ്ടും കൂടി ഒന്ന് അടിച്ച് ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ഓടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക. താഴ്ഭാഗത്തേക്ക് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചില സ്ഥലത്ത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ അപ്പുറത്തെ വശത്ത് നമുക്കൊന്ന് പീൽ ചെയ്ത് കളയാം. അത് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി സമയം പിടിച്ചു ഗൈസ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഞാൻ പീൽ ചെയ്യാൻ എടുത്തിട്ട് എനിക്ക് ശരിക്കും വട്ടായിപ്പോയി അത് പീൽ ചെയ്യാനിരുന്ന് കഴിഞ്ഞപ്പോൾ സമയത്തിന് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കഴിഞ്ഞ ദിവസം 5 മണിക്ക് ഞാൻ വീഡിയോ ഇടണമായിരുന്നു. ഇത് 5:30 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. 5 മണിക്കൊക്കെ ഞാനിത് പീൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതിങ്ങനെയുള്ള ഫൈനൽ റിസൾട്ടിൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കണമല്ലോ. അപ്പോൾ ഒത്തിരി ലേറ്റായിരുന്നു, പീൽ ചെയ്യാൻ കുറേ സമയം പിടിച്ച് ഗൈസ്. ഇതുപോലത്തെ ഒരു ഗ്ലാസും കൂടി ഇരിപ്പുണ്ട്, അതിനകത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട് കാണാനായിട്ട്? നല്ല രസമല്ലേ? അപ്പം നമ്മുടെ വോളിലേക്കൊക്കെ വെക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് വോളിൽ സ്റ്റിക്ക് ചെയ്യാണ്ട് നമ്മൾ പുറകിൽ എന്തെങ്കിലും എംസിയിലോ അല്ലെങ്കിൽ ക്ലേയോ വെച്ചിട്ട് ഒരു ഹുക്ക് പോലെ എന്തെങ്കിലും ഒരു ത്രെഡ് വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് വേണം വോളിലേക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.